അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാർലെ ജി ബിസ്ക്കറ്റ് കൊണ്ട് ഒരു ഷേക്ക് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് പൊട്ടിച്ച് നോക്കാം. നമ്മൾ ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമുക്കിത് പാലിൽ ഒന്ന് പൊതിർത്തി എടുക്കണം. അപ്പോൾ നമുക്കിതേക്ക് കുറച്ച് ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാല് നമ്മൾ ഇതിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒന്ന് സെറ്റായി നിൽക്കണം, ഒന്ന് പൊതിർത്തി എടുക്കണം. നമ്മൾ അടുത്ത ഗ്ലാസ് പാൽ വയ്ക്കുകയാണ്, 2 ഗ്ലാസ് പാൽ വയ്ക്കുകയാണ്. കാരണം ഇത് ബിസ്ക്കറ്റ് മുഴുവനായിട്ട് നമുക്ക് മൂടണം. അപ്പോൾ മാത്രമേ അതിൽ കറക്റ്റായിട്ട് ആ ഒരു പൊതിർന്ന് കിട്ടുള്ളൂ. ഓക്കെ, നമുക്കിത് പൊതിരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് നല്ല രീതിയിൽ എന്നിട്ടുണ്ട്, പൊതിർന്ന് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പൊതിർന്ന് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1 മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കിത് ഒരു ജാറിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു പാക്കറ്റ് ബൂസ്റ്റാണ്. ബൂസ്റ്റിൻ്റെ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഏകദേശം ഒരു 3 സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. കാരണം ബിസ്ക്കറ്റിൽ ഓൾറെഡി കുറച്ച് മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഷുഗർ കുറച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഉണ്ടാക്കിയ ശേഷം ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് മിക്സിയിലിട്ട് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കുടിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം നോക്കാം, എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ മോളസ് പിടിക്കൂ. അപ്പോൾ നോക്കാം, നമുക്ക് അടിപൊളിയായിട്ടുണ്ടോ സംഭവം. ഇതിലേക്ക് ബൂസ്റ്റിൻ്റെ പൊടി ഇട്ടോടുകൂടി ഇതിൻ്റെ ആ ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് കൂടി നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. സംഭവം പൊളിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.